പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ വരാനിരിക്കുന്ന പരീക്ഷയിൽ ഒരു ഉയർന്ന റാങ്ക് നിങ്ങൾക്ക് വേണം. അതിൻ്റെ ഉത്തരം ആദ്യം നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് വരാനിരിക്കുന്ന പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനീ പറയുന്ന വളരെ കുറച്ചു നേരം സംസാരിക്കുന്ന ഈ വാക്കുകൾ കേൾക്കുക. കഴിഞ്ഞ ഒരു 8 വർഷക്കാലമായി PSC അധ്യാപന രംഗത്ത് ഉള്ള ഒരാളാണ് ഞാൻ. 21 വർഷത്തിൽ കൂടുതലായി അധ്യാപന രംഗത്തുള്ള ആളാണ്. ഒരു സ്കൂൾ സ്വന്തമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായിട്ട് നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അധ്യാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ പരീക്ഷയും ജയിക്കാൻ അതിൻ്റേതായ ഒരു ട്രിക്കും ഒരു മെത്തേഡും ഉണ്ട്. അത് ജയിക്കാൻ കേരള PSC ജയിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡല്ല സിവിൽ സർവീസിൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ആ മെത്തേഡല്ല യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. കേരള PSCയുടെ പരീക്ഷകൾ, ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ ജയിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി വരാനിരിക്കുന്ന മത്സര പരീക്ഷകളിൽ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന വിഷയങ്ങൾ അത് ഇംഗ്ലീഷും മാത്സും മലയാളവും തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഈ 3 വിഷയങ്ങളിൽ ഒരു പോരായ്മയും കൂടാതെ വളരെ പെർഫെക്റ്റായി പഠിക്കുന്ന ഒരു കുട്ടി തന്നെയായിരിക്കും ഏറ്റവും ഉയർന്ന റാങ്കുകളിൽ ഇടം നേടുക എന്നതിൽ യാതൊരു സംശയവും വേണ്ട. എത്ര തന്നെ GKയുടെ പുറകെ ഓടിയാലും പിടിതരാത്ത അത്രയും കടൽ പോലെ കിടക്കുന്ന ഒരു GK ആണ് നമുക്കുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പുറകെ ഓടുന്നവരാണ് 90% കൂടുതൽ ഉദ്യോഗാർത്ഥികളും. എല്ലാവരും GKയുടെ പുറകെ ഓടുകയാണ്. പക്ഷേ പ്രോബബിലിറ്റി ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ഫ്രം എ പർട്ടിക്കുലർ ടോപ്പിക് ഈസ് വെരി ലെസ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരു പ്രത്യേക പാഠഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു ചോദ്യം GKയിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ ഇംഗ്ലീഷിലോ മാത്സിലോ മലയാളത്തിലോ അങ്ങനെയല്ല സ്ഥിതിവിശേഷം. പഠിച്ചാൽ ഒരു ചാപ്റ്റർ പഠിച്ചാൽ അതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള പരീക്ഷകൾ, ഡിഗ്രി നിലവാരത്തിലുള്ള LD മെയിൻ പരീക്ഷ, അങ്ങനെയുള്ള പരീക്ഷകളെല്ലാം എഴുതാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആവശ്യമില്ലാതെ വലിച്ചുവാരി പഠിക്കുന്നതിന് പകരം വളരെ ടൈം ടേബിളോടെ വളരെ ഒരു പർട്ടിക്കുലർ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് പഠിക്കുക. ഇംഗ്ലീഷ് പഠിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആദ്യം ഇംഗ്ലീഷിൻ്റെ ഒരു കണ്ടൻറ്റ് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കണം. ഇംഗ്ലീഷ് പരീക്ഷ സിലബസിലുണ്ടോ? ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു ചോദ്യമുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ പഠിക്കണം? ക്വസ്റ്റ്യൻ ടാഗിൻ്റെ എല്ലാ കണ്ടീഷൻസും പഠിക്കണം. ക്വസ്റ്റ്യൻ ടാഗിൽ ഏകദേശം 15-ൽ പരം റൂളുകളുണ്ട്. ആ റൂൾ അനുസരിച്ച് എല്ലാം പഠിക്കണം. നമ്മളൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ്, കോൺകോഡ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ ടോപ്പിക് ആദ്യം പഠിക്കണം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ്, കോൺകോഡ്, റിലേറ്റീവ് പ്രൊനൗൺ, അങ്ങനെ ഇംഗ്ലീഷിലെല്ലാം പഠിക്കണം. ടോപ്പിക് വൈസ് പഠിക്കണം. രണ്ടാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. അതെങ്ങനെയാണ് ആ പർട്ടിക്കുലർ ഉത്തരം തിരഞ്ഞെടുത്തത് എന്ന എക്സ്പ്ലനേഷൻ ഉള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനത്തെ ക്ലാസ്സുകൾ ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ 2 മെത്തേഡിലൂടെ അല്ലാതെ ഇംഗ്ലീഷിൽ 20-ൽ 18-ൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല, ഉറപ്പായിട്ട് കിട്ടില്ല. ഇംഗ്ലീഷിൽ 14, 13, 12 നിങ്ങൾ സ്കോർ ചെയ്താൽ അത് നല്ല മാർക്കല്ല. 20-നാണെങ്കിൽ 20-ലാണ് പരീക്ഷ. LDക്ക് 20-നാണ് ഇംഗ്ലീഷ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ അത്രയും 20-ൽ 13, 14 നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 18-ന് മുകളിൽ വേണം. ആ പെർഫെക്ഷൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ മാത്സ് എല്ലാ പരീക്ഷകളിലും 20 മാർക്കുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ടോപ്പിക് ക്ലാസ്സുകൾ, ടൈം ആൻഡ് വർക്ക്, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും പരിചയപ്പെടുക. അതിൽ തന്നെ ബ്രില്യൻ ക്വസ്റ്റ്യൻ ഉണ്ട്, ഹോട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏറ്റവും നമ്മുടെ എക്സ്ട്രീമിറ്റിയിൽ നിൽക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങൾ കൂടി പഠിക്കുക. എന്നിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചു എന്ന് അഭിമാനിക്കുക. അങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് പഠിച്ച് വന്നിട്ട് മിസലേനിയസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറുകൾ ചെയ്യുക. മലയാളവും അതുപോലെ മലയാളത്തിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് ചെയ്താൽ മാത്രം മതിയാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്കിൽ തന്നെയും മലയാളം നമ്മുടെ കയ്യിൽ നിൽക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്
ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ ഈ തരത്തിൽ തന്നെ പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതാതിരുന്നാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പിന്നിലേക്ക് തള്ളപ്പെടും. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതാതിരുന്നാലുള്ള സ്ഥിതി ഇതാണെങ്കിൽ 5 ക്വസ്റ്റ്യനോ 10 ക്വസ്റ്റ്യനോ നമ്മൾ മിസ്സാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയല്ലേ നമ്മൾ സാധാരണ പരീക്ഷയിൽ 5 എണ്ണം പോയി 10 എണ്ണം തെറ്റിപ്പോയി എന്നൊക്കെ പറയാറില്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഇല്ലാതാവും. എന്നാൽ GK പഠിക്കാൻ നല്ലൊരു വഴിയാണ് മിഷൻ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്ക് തരും. അങ്ങനെ ഇപ്പം ഞാൻ പറയുന്നതിൽ വിശ്വാസ്യത ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തരുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ നോക്കി നിങ്ങൾ പഠിക്കുക. ആ റാങ്ക് ഫയൽ നോക്കിയിട്ട് ആ ക്ലാസ്സുകളൊക്കെ അതൊന്ന് കേട്ട് എല്ലാം ഒന്ന് പഠിച്ചെടുത്തിട്ട് ആ പറയുന്ന ദിവസം ഒന്ന് പരീക്ഷ എഴുതിയാൽ മതി. യൂട്യൂബിലൂടെ നമുക്ക് പരീക്ഷ നടത്താൻ പറ്റും. അങ്ങനെ Day 1, Day 2, Day 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പരീക്ഷ നടത്താം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ Day 3 വരെ ആയിട്ടുണ്ട്. Day 4ൻ്റെ ടോപ്പിക്ക് Day 3യുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാവും. ഞാൻ എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. Day 1, Day 2, Day 3 അങ്ങനെ നിങ്ങൾ പഠിച്ചു പോയി നോക്കുകയാണ്, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. സത്യമായിട്ട് നല്ല മാർക്ക് കിട്ടും. ഞാൻ പറയുന്നത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. ഇതിനാർക്കും ഇതിനകത്തൊരു ആർഗ്യുമെൻ്റ് പറയാം, ഇതങ്ങനെ അല്ല എന്ന് പറയാൻ ആർക്കും പറ്റില്ല. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എത്ര നേരം പഠിക്കുന്നു, നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും പഠിക്കാം. നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും പഠിക്കാം. ഈ മിഷൻ നിങ്ങളൊരു 10 ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ആ പർട്ടിക്കുലർ ടൈമിൽ തന്നെ പരീക്ഷ എഴുതണം. നിങ്ങളങ്ങനെ പരീക്ഷ എഴുതിയാൽ ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വേറെ ലെവലാവും, ഉറപ്പാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, കലണ്ടർ, എൻ്റെ ഈ 4 പാർട്ടായിട്ടാണ് കലണ്ടർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഡിഗ്രി ലെവൽ വരെ അത് മതി. ഞാൻ ഉറപ്പ് വരികയാണ്, ആ ക്ലാസ് 4 കണ്ട് പഠിച്ച ഒരാളിനെ തോൽപ്പിക്കാൻ കലണ്ടറിൽ ഒരു ചോദ്യം ഉണ്ടാവില്ല. ഇത് തള്ളലൊന്നുമല്ല. ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് ആരെങ്കിലും തള്ളലെന്ന് പറയരുത് പ്ലീസ്. ഇത് തള്ളലൊന്നുമല്ല, ഇതുള്ള കാര്യമാണ്. നിങ്ങൾ ആ 4 ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് കലണ്ടറിൽ എല്ലാ ചോദ്യവും ചെയ്യാൻ പറ്റും. എല്ലാ ചോദ്യവും ചെയ്യാൻ പറ്റും. അതുപോലെ ഇനി വരാനിരിക്കുന്ന മാത്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഗ്മെൻറ്റ് തുടങ്ങാൻ പോകുന്നുണ്ട്. ഇംഗ്ലീഷും അതുപോലെ തന്നെ. ഇംഗ്ലീഷിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സും ഉണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷനും കൂടെ ഉണ്ട്. അത് രണ്ടും മതി പിള്ളേരെ, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. എൻ്റെ പൊന്നു പിള്ളേരെ, ഈ പറയുന്നത് നിഷേധാത്മകമായ മനസ്സോടെ കേൾക്കരുത്, വളരെ വ്യക്തമായി കേൾക്കണം. നിങ്ങൾ പഠിക്കണം, പരീക്ഷ എഴുതണം. ഇനിയും ഒരു പരീക്ഷ കഴിയുമ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് കാണാം എന്നൊക്കെ പിന്നെ നമ്മൾ ജഗതി പറയുന്നത് പോലെ, അടുത്ത പരീക്ഷയ്ക്ക് കാണാമെന്ന് പറയുന്നത് പോലെ, സാധാരണ പിള്ളേർ പറയുന്നത് പോലെ അങ്ങനെ പറയരുത്. അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ ശരിയാക്കി തരാം. അല്ല, ഇത്തവണ തന്നെയാണ് നമ്മുടെ സാധ്യത. ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിലാണ് നമ്മൾ വരേണ്ടത്. അതുകൊണ്ട് ഊർജ്ജസ്വലമായി, പോസിറ്റീവായി, സന്തോഷത്തോടു കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല മാർക്കോടുകൂടി പരീക്ഷ പാസ്സാവാൻ കഴിയട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കിനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് നമുക്കറിയാം. തീർച്ചയായും വരാനിരിക്കുന്ന പരീക്ഷകളിൽ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളിൽ മാത്സിനോടൊപ്പം മലയാളത്തോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒന്നാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണെങ്കിലും അതോടൊപ്പം തന്നെ എല്ലാത്തരം ചോദ്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അതിൽ നിന്ന് ശരിയായ ഉത്തരം എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അറിയലാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളിലെ 20 ചോദ്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ നടന്ന 2020 നടന്ന ഒരു LDC റിക്രൂട്ട്മെന്റ് എക്സാമിനേഷനിലെ ഇംഗ്ലീഷിന്റെ 20 ചോദ്യങ്ങളും അതിന്റെ ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ എന്നാണ്. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഇൻ, ഓൺ, വിത്ത്, ഓവർ. ശരിയായ ഉത്തരം എന്താണെന്ന് നോക്കാം. ഓൺ. ഇവിടെ ശരിയായ ഉത്തരമായി ഓണിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഓൺ ആണ് ശരിയായ ഉത്തരം. ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് ഓൺ വന്നത്? എന്താണ് ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ അർത്ഥം? അവൻ വയലിനിൽ ഒരു ട്യൂൺ വായിച്ചു എന്നാണ്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിൽ ഒരു ട്യൂൺ വായിക്കുമ്പോൾ അവിടെ സാധാരണയായി പ്ലേഡ് ഓൺ എന്നേ പറയാറുള്ളൂ. ഹി പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വയലിൻ. ഹി പ്ലേഡ് എ ട്യൂൺ ഓൺ ദ ഗിറ്റാർ.
ഹി പ്ലേഡ് എ ട്യൂൺ ഓൺ ദ കീബോർഡ്. അങ്ങനെ ഏതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതിൽ ഒരു ട്യൂണ് വായിക്കുമ്പോൾ ഓൺ എന്നാണ് ചേർക്കൽ പതിവ്. അതുകൊണ്ട് ഹി പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വയലിൻ എന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ ചോദ്യത്തെ കരുതിയിരിക്കുക. PSC വീണ്ടും ആവർത്തിക്കും. അപ്പൊ നമ്മൾ ഓർത്തെഴുതുക, ഹി പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വയലിൻ എന്നേ പറയൂ. ഒരു ഇൻസ്ട്രുമെന്റിൽ ഒരു ട്യൂൺ വായിക്കുമ്പോൾ ഓൺ എന്ന രീതിയിലാണ് പ്രപ്പോസിഷനെ തിരഞ്ഞെടുക്കേണ്ടത്. പ്ലേഡ് ഓൺ എന്നതാണ് ശരിയായ പ്രയോഗം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വി എൻജോയ്ഡ് ഡാഷ് ഫൺ. ഓക്കെ, എ ഉണ്ട്, ആൻ ഉണ്ട്, ദ ഉണ്ട്, ഫോർ ഉണ്ട്. എന്താണ് വി എൻജോയ്ഡ് ഡാഷ് ഫൺ? നമ്മളെല്ലാവരും ആ ഫൺ ആസ്വദിച്ചു എന്നാണ്. ആസ്വദിച്ചു. വി എൻജോയ്ഡ്, എൻജോയ്ഡ് എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചു എന്നാണ്. ഒരു പ്രത്യേക തമാശ കേട്ട്, ഒരു ഫണ്ണ് കേട്ട് നമ്മൾ എന്ത് ചെയ്തു? ആനന്ദിച്ചു. ഒരു പ്രത്യേക തമാശയെ, ഒരു പ്രത്യേക ഫണ്ണിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഡയറക്റ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു പ്രത്യേക തമാശയെ ഊന്നൽ കൊടുക്കുന്നത് കൊണ്ട്, ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ഡയറക്റ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഡയറക്റ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദ ഉപയോഗിക്കണം. വി എൻജോയ്ഡ് ദ ഫൺ. എന്തുകൊണ്ടാണ് ദ ഉപയോഗിച്ചതെന്ന് മനസ്സിലായി. വി എൻജോയ്ഡ് എ ഫൺ എന്നോ ആൻ ഫൺ എന്നോ ഫോർ ഫൺ എന്നോ പറയില്ല. ഓക്കെ, വി എൻജോയ്ഡ് ദ ഫൺ എന്നേ പറയൂ. കാരണം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തമാശയെ തമാശ കേട്ടാണ് നമ്മൾ എൻജോയ് ചെയ്തത്. അപ്പൊ ഡയറക്റ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേ ഡാഷ് ഫോർ യു. നോക്കണേ, വെയിറ്റ്സ് ഉണ്ട്, ഈസ് വെയിറ്റിംഗ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ആർ വെയിറ്റിംഗ് ഉണ്ട്. ഇവിടെ ശരിയായ ഉത്തരം ഏതാന്ന് നോക്കാം. ദേ ആർ വെയിറ്റിംഗ് ആണ് ശരിയായ ഉത്തരം. ഇതാണ് ശരിയായ ഉത്തരം. എന്തുകൊണ്ടാണ് ഇതിനെ ശരിയായ ഉത്തരമായി തിരഞ്ഞെടുത്തത്? അതിനെ ഇവിടെ എഴുതുമ്പോൾ എന്താവും? ദേ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇവിടെ ദേ എന്ന് പറഞ്ഞാൽ. അതിനെ പ്ലൂറൽ വരുമ്പോൾ പ്ലൂറൽ ആയിട്ടുള്ള ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. ദേയുടെ പ്ലൂറൽ ഓക്സിലറി വെർബ് ആറാണ് പ്രസന്റ് ടെൻസിൽ, അല്ലെ? അപ്പം ദേ ആർ. വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ്. അപ്പൊ അത് കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോ അങ്ങനെയാണ്. ഒരിക്കലും ദേ വരുമ്പോൾ സിംഗുലർ ആയിട്ടുള്ള ഈസ് വരില്ല. അതുപോലെ തന്നെ വെയിറ്റ്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റിന് ഇവിടെ സിംഗുലർ സബ്ജക്ട് വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു വെർബാണ് വെയിറ്റ്സ്. ഇത് സിംഗുലർ ആണ്, സിംഗുലർ വെർബാണ് വെയിറ്റ്സ് എന്ന് പറഞ്ഞാൽ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്, അതും വരില്ല. എന്നാൽ വെയിറ്റും വരില്ല, വെയിറ്റും ഉചിതമല്ല. ഓക്കെ, ഇവിടെ നമ്മൾ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. അവര് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആർ വെയിറ്റിംഗ് ആണ് ശരിയായ പ്രയോഗം. നോക്കാം, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദ സിനോണിം ഓഫ് എക്സെൻട്രിക്. എക്സെൻട്രിക് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക, പര്യായം ഏതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സിനോണിം എക്സെൻട്രിക് ക്യാരക്ടർ ആണ് എന്ന് പറയാറുണ്ട്. അതൊരു എക്സെൻട്രിക് ക്യാരക്ടർ ആണ്. എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ വിചിത്ര സ്വഭാവമുള്ളതെന്നാണ്. സാധാരണ സൂളജിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഫൈലം ഒക്കെ പഠിക്കുമ്പോൾ, ഫൈലം പ്രോട്ടോസോവ പോറിഫറ ഒക്കെ പഠിക്കുമ്പോൾ പറയും, വാട്ട് ആർ ദ പെക്യൂലിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈലം ആർത്രോപോഡ, ഫൈലം മൊളസ്ക എന്നൊക്കെ പറയാറുണ്ട്. പെക്യൂലിയർ എന്ന് പറഞ്ഞാൽ വിചിത്ര സ്വഭാവം, വിചിത്ര സ്വഭാവമുള്ള എന്നാണ് അർത്ഥം. എഫിഷ്യന്റ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കഴിവുള്ള. എറ്റേണൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അനശ്വരമായ, അനശ്വരം, അനശ്വരമായ. പ്രൊഫിഷ്യന്റ് ആണ് അയാള്, വിദഗ്ധമായ. അപ്പൊ ഇതിനകത്ത് എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ വിചിത്ര സ്വഭാവമുള്ളത്. അതിന് പകരമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു വേർഡ് പെക്യൂലിയർ ആണ്. അതാണ് ശരിയായ ഉത്തരം. നമുക്ക് പെക്യൂലിയറിനെ തിരഞ്ഞെടുക്കാം. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേ ലീഡ് എ ഹാപ്പി ലൈഫ്.
ദ വേർഡ് ഹാപ്പി ഈസ്. ഇവിടെ ഹാപ്പി എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, അഡ്വർബ് ആണോ, അതെങ്കിൽ വെർബ് ആണോ, ഏതാണ്? ശരി, നമുക്ക് നോക്കാം. അഡ്ജക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ് അഡ്ജക്റ്റീവ്? ലൈഫ് എന്ന് പറയുന്നത് ദേ ലീഡ് എ ഹാപ്പി ലൈഫ്. അവരൊരു ഹാപ്പി ലൈഫ് നയിക്കുന്നു, സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. ഇവിടെ ജീവിതം എന്ന് പറയുന്നത് ഒരു നാമമാണ്. ഇതൊരു നാമമാണ്, നൗണാണ്. ഈ നാമം ജീവിതം, ഏത് തരത്തിലുള്ള ജീവിതം? സന്തോഷകരമായ ജീവിതം. അപ്പം ലൈഫ് എന്ന് പറയുന്നതിനെ ഒരു മോശപ്പെട്ട ജീവിതം നയിക്കുന്നു എന്നല്ല, സന്തോഷകരമായ ജീവിതം നയിക്കുന്നു എന്നാണ്. അപ്പോ ഈ നൗണിനെ സൂചിപ്പിക്കാൻ വേണ്ടി, നൗണിന്റെ പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് നൗണിന് മുമ്പ് ഇവിടെ ഹാപ്പി ചേർത്തത്. അതുകൊണ്ട് ഇതൊരു നാമവിശേഷണമായി കണക്കാക്കി അഡ്ജക്റ്റീവ് എന്ന് പറയുന്നതിനാണ് ഇവിടെ ഹാപ്പി വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അനോണിം ഓഫ് എക്സ്ട്രാവാഗന്റ്. എക്സ്ട്രാവാഗന്റ് എന്ന് പറയുന്ന വാക്കിന്റെ എന്താ, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? റിയൽ ആണോ? റിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യഥാർത്ഥം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, യഥാർത്ഥം. ഫ്രൂഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? ലുപ്തിച്ച് ജീവിക്കുന്ന, ലുപ്തിച്ച് അല്ലെ, ലുപ്തിക്കുക എന്നാണ് ഫ്രൂഗൽ എന്ന വാക്കിന്റെ അർത്ഥം. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എതിരായിട്ടുള്ള, എനിമി എന്ന് പറഞ്ഞാൽ ശത്രുത, ശത്രുത എന്നാണ്. ഓക്കെ, ഇത് എതിരായിട്ടുള്ളതെന്നൊക്കെ അർത്ഥമാണ് കേട്ടോ, എതിരായുള്ളതെന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ശത്രുതാ മനോഭാവത്തോടു കൂടി എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹോസ്റ്റൈലിന്. ഓക്കെ, കൃത്യമായ അർത്ഥം അങ്ങനെ മലയാളത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അത് വാക്ക് പ്രയോഗിക്കേണ്ട സമയത്ത് നമ്മൾ ഹോസ്റ്റൈൽ എന്ന് പറയാറുണ്ട്. അപ്പോ എക്സ്ട്രാ വാഗന്റ് എന്ന് പറഞ്ഞാൽ ധാരാളി, ഭയങ്കരമായിട്ട് പൈസ ദൂർത്തടിക്കുന്നവൻ, അതാണ് എക്സ്ട്രാ വാഗന്റ് എന്ന് പറയുക. അതിന് കൃത്യമായ ശരിയായ ഒരു ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫ്രൂഗൽ ആണ്. ശരിയായ ഉത്തരം ഫ്രൂഗൽ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കാം. അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജവാന്മാർ ഒരിക്കലും ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങില്ല അല്ലെ. അപ്പം ഇവിടെ ഫ്രൈസൽ വെർബുകളാണ് തന്നിട്ടുള്ളത്. ഗീവ് ഇൻ ഉണ്ട്, ഗീവ് എവേ ഉണ്ട്, ഗീവ് അപ്പ് ഉണ്ട്, ഗീവ് ഔട്ട് ഉണ്ട്. കീഴടങ്ങുക അല്ലെങ്കിൽ സറണ്ടർ എന്നർത്ഥം വരുന്ന ഒരു ഫ്രൈസൽ വെർബാണ്. ഗീവ് ഇൻ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നാണ്, കീഴടങ്ങുക. ഓക്കെ, ഗീവ് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗീവ് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനം നൽകുക, ദാനം, ദാനം നൽകുക. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ത്യജിക്കുക. ഗീവ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതരണം ചെയ്യുക എന്നാണ്. അപ്പോ our ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ്, നമ്മുടെ ജവാന്മാർ, ഭടന്മാർ ഒരിക്കലും ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന അർത്ഥം വരണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്രൈസൽ വെർബ് ഗീവ് ഇൻ ആണ്. അവർ ജവാൻസ് വുഡ് നോട്ട് ഗീവ് ഇൻ ടു ദ എനിമീസ് എന്ന് വേണം വരാൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 4 ഫ്രൈസൽ വെർബ് കൂടി പഠിച്ചോണം. ഗീവ് ഇൻ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക, ഗീവ് എവേ എന്ന് പറഞ്ഞാൽ ദാനം നൽകുക, ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ത്യജിക്കുക, ഗീവ് ഔട്ട് എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക. നോക്കാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള ഈസ് ആൻ എന്ത് സെന്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി, ആശ്ചര്യം ഉണ്ടാക്കുന്നതാണോ? റൈസ്, അരി അല്ലെ, അല്ലെങ്കിൽ ചോറ്, അല്ലെങ്കിൽ നെല്ല് എന്നൊക്കെ നമുക്ക് പറയാം. റൈസ് കേരളീയരുടെ, മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് എന്ന് പറയുന്നത് ഒരു ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. എക്സ്ക്ലമേറ്ററി അല്ല. ഒരു അസർട്ടീവ് ആണോ, ഇമ്പരറ്റീവ് ആണോ, ഇന്ററോഗേറ്റീവ് ആണോ, ഏതാണെന്ന് നോക്കാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഡിക്ലറേഷൻ പോലെ. അതുകൊണ്ട് ഇതിനെ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നോ അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് എന്നോ പറയാം. ഒരു പ്രസ്താവന രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ആണ്, അതുകൊണ്ട് അതിനെ അസർട്ടീവ് എന്നാണ് പറയുക. ഇമ്പരറ്റീവ് എന്ന് പറയാമോ എന്ന് പറഞ്ഞാൽ ഒരു അഭ്യർത്ഥനയാണോ, അല്ലെങ്കിൽ ഒരു ഓർഡർ ആണോ, ഒരു കമന്റ് ആണോ? അതൊന്നും അല്ല. കമന്റ് ആണോ? ഓക്കെ, ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്നത് പോലെയോ, ഷട്ട് അപ്പ് യുവർ മൗത്ത് എന്ന് പറയുന്നത് പോലെയൊക്കെയുള്ള വാക്കാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. റൈസ് ഇത് സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള എന്ന് പറയുന്നത് വളരെ സാമാന്യം ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഇത് ഇമ്പരറ്റീവ് അല്ല. ഇന്ററോഗേറ്റീവ് ആണോ? ചോദ്യ രൂപേണ ഉള്ളതാണോ? അല്ല, ചോദ്യ രൂപേണ ഉള്ളതും അല്ല. അതുകൊണ്ട് ഇത് ഒരു
ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് എന്ന് പറയാം. പ്രസ്താവന രൂപത്തിലുള്ളതാണെന്ന് പറയാം. നോക്കണേ, 9ാമത്തെ ചോദ്യമാണ് അടുത്തത്. ദ ജെൻഡർ ഓഫ് ദ വേർഡ് പീകോക്ക്. പീകോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മയിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇത് ഏത് തരം ജെൻഡർ ആണ്? കോമൺ ആണോ? സാമാന്യം ആണോ? സാമാന്യ ലിംഗമാണോ? ഇതെന്തോന്നാണ്? സാമാന്യ ലിംഗം എന്നാണ്. ഓക്കെ ഓക്കെ അപ്പോ സാമാന്യ ലിംഗമാണോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിക്കാൻ പറ്റാത്ത ഒന്നാണോ ഈ പീകോക്ക് എന്ന് പറയുന്ന വാക്ക്? അല്ലെങ്കിൽ മസ്കുലൈൻ ആണോ? മസ്കുലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പുല്ലിംഗമാണോ? പുല്ലിംഗമാണോ? അതോ സ്ത്രീലിംഗമാണോ? സ്ത്രീലിംഗം ഫെമിനൈൻ ആണോ? സ്ത്രീലിംഗമാണോ? ന്യൂട്രൽ ആണോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയുക, നപുംസക ലിംഗമാണോ? പുരുഷൻ സ്ത്രീയൊക്കെ കലർന്നിട്ടുള്ള അങ്ങനെയാണോ ഇത് പീകോക്ക് എന്ന് പറഞ്ഞാൽ? പീകോക്ക് എന്ന് പറയുന്നത് ഒരു മസ്കുലൈൻ, ഒരു എന്താണ്, ഒരു പുല്ലിംഗമാണ് പീകോക്ക്. മയില് കേട്ടോ, മയിൽ എന്ന് പറയുന്നത് പീകോക്ക് നമ്മൾ പറയുന്നെങ്കിലും ഇതിന്റെ സ്ത്രീയെ പറയുന്ന പേരാണ് പീഹെൻ. പീഹെൻ അത് മയില് തന്നെയാണ്. സ്ത്രീ ആയിട്ടുള്ള മയിലിനെ പീഹെൻ എന്ന് പറയും. അപ്പം പുരുഷനായിട്ടുള്ള മയിലിനെ പീകോക്ക് എന്ന് പറയും. ക്ലിയർ ആണ്? കാര്യം മനസ്സിലായല്ലോ? കോമൺ വേർഡ് ഈസ് കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുറെ വാക്കുകൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? വെക്കേഷന്റെ സ്പെല്ലിംഗ് ഏതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. വെക്കേഷന്റെ സ്പെല്ലിംഗ് എന്തായിരിക്കും? വാ പ്ലസ് കാറ്റ് പ്ലസ് അയോൺ, ഇങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടോ. കുറെ സ്പെല്ലിങ്ങുകൾ ഞാൻ പറഞ്ഞുതരാം. വാ പ്ലസ് കാറ്റ് പ്ലസ് അയോൺ. വേറൊരു ക്ലാസ്സിൽ പറയാം സ്പെല്ലിംഗ് ചെക്ക്. വാ പ്ലസ് കാറ്റ് പ്ലസ് അയോൺ, വെക്കേഷൻ. ഏതാ ശരി നോക്ക്? VACTATION, ഇത് തന്നെയാണ് ശരി. ഓക്കെ, നമ്മൾ പറയുമ്പോൾ വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് 2 C ഒക്കെ ഉച്ചരിച്ച് പറയുമെങ്കിലും ശരിയായ ഉത്തരം ഇതാണ്, വാ കാറ്റ് അയോൺ എന്നാണ് കേട്ടോ. ശരി. 11. The question tag for he said nothing. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ? ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അവസാനം അല്ലേ അല്ലെങ്കിൽ ഇല്ലേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ്. ഓക്കെ, എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ട് പറയും നല്ലൊരു സിനിമയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയും അല്ലേ, അപ്പൊ നമ്മൾ മറ്റൊരാൾ പറയും അതെ എന്ന് പറയും. ഇങ്ങനെ ഒരു സെന്റൻസിനോടൊപ്പം അല്ലേ അല്ലെങ്കിൽ ഇല്ലേ എന്ന അർത്ഥം വരുന്ന ചിലതൊക്കെ ചേർക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് വാൽ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. ഹി സെഡ് നത്തിങ്. ഓക്കെ, അവൻ ഒന്നും പറഞ്ഞില്ല എന്നാണ്. നത്തിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ്. അപ്പൊ ഹി സെഡ് നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും പറഞ്ഞില്ല എന്നാണ്. അപ്പോ ഇവിടെ സെഡ് എന്ന് പറഞ്ഞാൽ സേ പ്ലസ് ഡിഡ് ആണ്. അപ്പൊ ഇതിനകത്തൊരു ഓക്സിലറി ഉണ്ട്, ഡിഡ് ആണ്. ഈ ഡിഡിന്റെ കൂടെ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർക്കണ്ട. പ്ലസ് ഇവിടെ സബ്ജക്ട് ഹി ആണ്. അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഡിഡ് ഹി എന്ന് വരും. ശരിയായ ഉത്തരം ഡിഡ് ഹി ആണോ നോക്കാം. ശരിയായ ഉത്തരം ഡിഡ് ഹി ആണ്. അപ്പം ഹി സെഡ് നത്തിങ് അതിന്റെ ശരിയായ ക്വസ്റ്റ്യൻ ടാഗ് ഡിഡ് ഹി എന്നാണ്. ഓക്കെ, ഇഫ് യു ലേൺ വെൽ കോമ യു ഡാഷ് ദ എക്സാമിനേഷൻ. ഇഫ് ക്ലോസ് ആണ്. ഇഫ് വരുമ്പോ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇഫ് കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ടാവും. അതിന് മുമ്പിലുള്ള സാധനത്തെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും അത് കഴിഞ്ഞ് വരുന്നതിനെ ഒരു മെയിൻ ക്ലോസ് എന്നും പറയും. കംപ്ലീറ്റ് സെന്റൻസ് എന്നും പറയാറുണ്ട്. ഇവിടെ ഇഫിനോട് ചേർന്ന് വന്നിരിക്കുന്ന വെർബിനെ നോക്കുക. അത് പറയുന്നുണ്ട് ഇത് സിമ്പിൾ, ഇതൊരു പ്രസന്റ് ടെൻസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുന്നെങ്കിൽ, അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ V1 ഫോം വന്നാൽ, ഇവിടെ V1 ഫോം ആണ് വരുന്നത് എങ്കിൽ, വെർബിന്റെ V1 ഫോം വന്നാൽ ഇവിടെ ഒന്നുകിൽ ക്യാൻ വരണം, അല്ലെങ്കിൽ മേ വരണം, അല്ലെങ്കിൽ എന്ത് വരണം? ഷാൾ വരണം. ഓക്കെ, സോറി, മേ വരണം. ഓക്കെ, അല്ലെങ്കിൽ വിൽ വരണം, അല്ലെങ്കിൽ ഷാൾ വരണം. ക്ലിയർ? ഇതിലേതെങ്കിലും ഒന്നാണ് ഇവിടെ വരേണ്ടത്. ക്യാൻ വരാം, മേ വരാം, വില്ല് വരാം, ഷാൾ വരാം. എന്തെങ്കിലും ഒരെണ്ണം വരണം. ഇതിലേതെങ്കിലും ഒന്നാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ ഇപ്പൊ ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഉള്ളത്? ഒരിക്കലും വുഡ്, മൈറ്റ്, വുഡ്, ഷുഡ് ഇതൊന്നും വരില്ല. ഇതൊന്നും വരില്ല. ഇതാണ് കറക്റ്റ്. ക്യാൻ ഉള്ള ഫോം പറഞ്ഞു. ക്യാൻ പാസ് അല്ലെങ്കിൽ മേ പാസ്, ഇങ്ങനെ വരുള്ളൂ. നോക്കാം നമുക്ക് അടുത്തത്. സൺസ്ട്രോക്ക് ഇസ് എ വേർഡ് ഫോംഡ് യൂസിങ്. സൺസ്ട്രോക്ക് എന്ന് പറയുന്നത് ഏത് തരം വാക്കാണ്? പ്രീഫിക്സ് ആണോ, കോമ്പൗണ്ട് ആണോ, സഫിക്സ് ആണോ, ഇതൊന്നും അല്ലാത്തതാണ്.
സൺസ്ട്രോക്ക് എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ ചേരുന്നതാണ്, സണ്ണും സ്ട്രോക്കും. ഇങ്ങനെ രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർന്നുണ്ടാകുന്ന വേർഡുകളെ നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്നാണ് പറയുക. അതുകൊണ്ട് ഇതൊരു കോമ്പൗണ്ട് വേർഡാണെന്ന് പറയാം. ക്ലിയർ ആണോ? അൺഹാപ്പി, സന്തോഷമില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇതൊരു പ്രീഫിക്സ് ആണ്. ഹാപ്പിയുടെ കൂടെ, ഹാപ്പി എന്ന വേർഡിന്റെ കൂടെ പ്രീഫിക്സും കൂടെ വരുമ്പോൾ അതൊരു കോമ്പൗണ്ട് വേർഡായിട്ട് മാറും. നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ വേർഡ്. ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഹി ഡിഡ് ദ വർക്ക് ഇറഗുലർലി. അവൻ ആ ജോലി ക്രമമില്ലാതെയാണ് ചെയ്തത്, ഇറഗുലർ ആയിട്ടാണ് ചെയ്തത്. ഈ ഇറഗുലർലിക്ക് പകരം കൊടുക്കാവുന്ന ഒരു ഇഡിയം ഏതാണെന്ന് നമ്മൾ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യണം. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് നോക്കണേ, ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്നാണ്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയമാണ്. ഇറഗുലർ എന്നാണ് ഇതിന്റെ മീനിങ്. എന്താണ്? ഇറഗുലർ എന്ന മീനിങ് ഉള്ള ഒരു ഇഡിയമാണ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എക്സ്ട്രീംലി റൈറ്റ് അല്ലെങ്കിൽ എക്സ്ട്രീംലി റോങ്. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥമുള്ള ഒന്നാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എക്സ്ട്രീംലി ഗുഡ് അല്ലെങ്കിൽ എക്സ്ട്രീംലി ബാഡ്. അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. ഇഡിയം നോക്കിക്കോണം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഓർത്തോണം. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ, സ്റ്റാർട്സ് എന്ന് പറഞ്ഞാൽ അത് ഇറഗുലർലി എന്നാണ്. എന്താണ്? ഇറഗുലർലി എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഇവിടെ ഇറഗുലർലി, അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഉത്തരം തിരഞ്ഞെടുക്കാം. ഇനി ഇതുപോലെ ഈ ഡീപ്പ് വാട്ടർ എന്ന് പറയുന്ന സാധനം, ഈ ഡീപ്പ് വാട്ടർ ഒരു ഇഡിയമാണ്. അത് എന്ന് പറയുന്നത് ട്രബിൾ എന്നൊക്കെ നമ്മൾ പറയാം. ട്രബിൾ അല്ലെ, ട്രബിൾ എന്ന് പറയും. എന്തെങ്കിലും ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പ്രശ്നം എന്നൊക്കെ. ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞ ഇഡിയം ഉപയോഗിക്കുക. ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ അടിമുടി എന്ന് നമ്മൾ പറയാറുണ്ട്, വെരി മച്ച് എന്ന് പറയാറുണ്ട്. അതിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഹെഡ് ഓവർ ഹീൽസ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം, കംപ്ലീറ്റ്ലി ഗുഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബാഡ്, കംപ്ലീറ്റ്ലി റൈറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റോങ് എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബൈ ഫിറ്റ് ആൻഡ് സ്റ്റാർട്സ് എന്ന് പറഞ്ഞാൽ ഇറഗുലർലി. ഇൻ ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ ട്രബിൾ, പ്രശ്നം, ഡിഫിക്കൾട്ട്. ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ വെരി മച്ച്. ഓക്കെ ആണോ? 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പാസീവ് ഫോം ഓഫ് ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ്. തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് എങ്ങനെ മനസ്സിലാക്കി? തന്നിരിക്കുന്ന വെർബ് കണ്ടോ, ബ്രോക്ക്. ബ്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്കിന്റെ V2 ഫോം ആണ് ബ്രോക്ക്. അതിന്റെ V3 ഫോം ആണ് ബ്രോക്കൺ. ഇതിൽ തന്നെ ഞാൻ പിടിച്ചു, തന്നിരിക്കുന്ന സെന്റൻസ് സബ്ജക്ട് കഴിഞ്ഞിട്ട് ഓക്സിലറി ഒന്നും ഇല്ലാത്തത് കൊണ്ടും തന്നിരിക്കുന്ന വെർബ് V2 ഫോം ആയതുകൊണ്ടും സിമ്പിൾ പാസ്റ്റ് ആണെന്ന് ഉറപ്പിച്ചു. ഇതിലെ സബ്ജക്ട് ചൈൽഡ് ആണ്, വെർബ് ബ്രോക്ക് ആണ്, ഒബ്ജക്റ്റ് ടോയ്സ് ആണ്. നമുക്ക് നോക്കാം, 4 ഓപ്ഷൻസ് ഉണ്ട്. ദ ടോയ്സ് എന്ന് ഞാൻ തിരഞ്ഞെടുക്കും, ദ ടോയ്സ്. ഇനി തന്നിരിക്കുന്ന ടോയ് ഒബ്ജക്റ്റിനകത്ത് ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്, അതുകൊണ്ട് പാസ്റ്റിലോട്ട് കൊണ്ടുവരണം. തന്നിരിക്കുന്ന സെന്റൻസ് പാസ്റ്റ് ആയതുകൊണ്ട് പാസീവ് ഫോം പാസ്റ്റ് ആയിരിക്കണം. ടോയ്സ് ആയതുകൊണ്ട് വേറെ. ടോയ് ആയിരുന്നെങ്കിൽ വാസ്. ഓക്കെ, ശരി. ഇത് വരത്തില്ല, ഇത് വരത്തില്ല, ബീയിങ് വരത്തില്ല. ഓക്കെ, ഇവിടെയും ബീയിങ് വരത്തില്ല. ഓക്കെ, ഇത് ബീയിങ് ഒരിക്കലും വരില്ല. ING വന്നാലേ ബീയിങ് വരും. ദ ടോയ്സ് എന്നെഴുതും, വെയർ എന്നെഴുതും, ബ്രോക്കൺ V3 ഫോം എഴുതും, ബൈ ദ ഏജന്റ്. അപ്പൊ ശരിയായ ഉത്തരം D ആണെന്ന് പറയേണ്ടി വരും. ദ ടോയ്സ് വെയർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. ബീയിങ് വരാത്തതിന് കാരണം എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ വെർബിന്റെ കൂടെ ING ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ വാസ് വരാത്ത എന്താണെന്ന് മനസ്സിലായോ? ടോയ്സ് ഒന്നിലധികം ഉള്ളത് കൊണ്ടാണ്. ക്ലിയർ ആണ്? ശരി. I ഡാഷ് ജസ്റ്റ് കം. ജസ്റ്റ് വന്നാൽ തന്നിരിക്കുന്ന സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് ആയിരിക്കണം. പ്രസന്റ് പെർഫെക്റ്റ് ആവണമെങ്കിൽ ഒന്നുകിൽ ഹാസ് വേണം അല്ലെങ്കിൽ ഹാവ് വേണം. I വന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നോക്കിയിട്ട് പറയാം. I വന്നത് കൊണ്ട് തന്നെ
ഐ ഹാസ് ഒരിക്കലും പറയില്ല. ഐ ഹാവ് ജസ്റ്റ് കം, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് കം എന്നേ പറയും. ക്ലിയർ ആണ്? 17ാമത്തെ ചോദ്യം നോക്കാം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ്. ഒരു സ്ഥലത്തിന്റെ ഒരു ഒറിജിനൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം, ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രാകൃതമായ ഒരു, അതിനെന്താണ് പറയുക? അബോറിജിനസ് എന്ന് പറഞ്ഞാൽ ആദിവാസി എന്നാണ്. അതാണ് ശരിയായ ഉത്തരം. ഒരു പ്ലേസിൽ അതിനൊരു ആ ഒരു പ്രകൃതിക്ക് ഒരു മാറ്റവും സംഭവിപ്പിക്കാതെ അതിനോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് അബോറിജിനസ്. അക്കംപ്ലൈസസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറ്റവാളിക്ക് കൂട്ടുനിൽക്കുന്നവൻ, അതാണ് അക്കംപ്ലൈസസ്. ഹെഡോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖാന്വേഷകൻ. ഓക്കെ, അങ്ങനെ കോസ്മോപൊളിറ്റൻസ് എന്ന് പറഞ്ഞാൽ വിശ്വപൗരൻ എന്നാ പറയുക, വിശ്വപൗരൻ. ഓക്കെ, അപ്പോ അബോറിജിനസ് എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ കൊടുക്കാൻ പറ്റിയ ഒറ്റ വാക്ക്. ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ്, ഒരു സ്ഥലത്ത് അവര് പ്രാകൃതമായി ജീവിക്കുന്നവർ, അതിനെയാണ് അബോറിജിനസ് എന്ന് പറയുന്നത്, ആദിവാസികൾ എന്ന് പറയുന്നത്. അക്കംപ്ലൈസസ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളിലെ സഹായി, അയാളെയാണ് അക്കംപ്ലൈസസ് എന്ന് പറയാം. ഹെഡോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സുഖാന്വേഷകൻ എന്നാണ്. കേട്ടോ? ശരി, 18ാമത്തെ ചോദ്യം നോക്കാം. The candidates dash be in possession of their hall ticket. Okay, ഇവിടെ നമുക്ക് ഏത് ക്യാൻ ആണോ, മേ ആണോ, വില്ലാണോ, മസ്റ്റ് ആണോ ഉപയോഗിക്കാം? ഏതാണ് ശരിയായ പദം ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്? കാൻഡിഡേറ്റ്സ് എല്ലാവരും അവരുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് കരുതണം. ഇത് മസ്റ്റാണ്, നിർബന്ധമായിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അപ്പോ ഇവിടെ വരേണ്ടത് മേ എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസസ് ഉണ്ട്, വേണമെങ്കിൽ ആവാമെന്നൊക്കെയുള്ള അർത്ഥമുണ്ട്, അത്ര നിർബന്ധമല്ല. അതുകൊണ്ട് ഇവിടെ ഏറ്റവും ഉചിതമായത് മസ്റ്റ് ആണ്. കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഇൻ പൊസിഷൻ ഓഫ് ദെയർ ഹോൾ ടിക്കറ്റ് എന്നതാണ് ശരിയായ പ്രയോഗം. ബാലു ആസ്ക്ഡ് അക്ഷര, ബാലു അക്ഷരയോട് ചോദിച്ചു, വേർ ആർ യു ഗോയിങ്, നീ എവിടേക്കാണ് പോകുന്നത്? ഇതിന്റെ റിപ്പോർട്ടർ സ്പീച്ച് എഴുതണം. നോക്കണേ, ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷീ വാസ് ഗോയിങ്. സിമ്പിൾ സാധനമാണ്, ഇതിനകത്ത് എക്സ്പ്ലനേഷന്റെ ആവശ്യമേ ഇല്ല. ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷീ വാസ് ഗോയിങ്. ഓക്കെ, ബാലു അക്ഷരയോട് ചോദിച്ചു അവൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. നോക്കാം. 20. ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ് ഈസ് സ്മോക്കിംഗ്. അവന്റെ ഒരേ ഒരു അഴുക്ക സ്വഭാവം പുകവലിക്കലാണ്. ഇതിൽ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ വരും? സ്മോക്ക് ഒരു വെർബാണ്, ഒരു ക്രിയയാണ്. ഒരു വെർബിനോടൊപ്പം ING ചേർന്ന് വന്നാൽ അതിനെ നമ്മൾ സാധാരണയായി ജെറണ്ട് എന്നാണ് പറയുക. അപ്പൊ ഇതൊരു ജെറണ്ട് ഫോം ആണെന്ന് പറയാം. അപ്പോ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ജെറണ്ട് ഫോം ആണ്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഇതുപോലെ ഒരു 25-30 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ നിങ്ങളുടെ ലെവൽ വേറെയാവും. അതിനോടൊപ്പം തന്നെ ഓരോന്നിന്റെയും ഗ്രാമർ ഐറ്റങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. ക്വസ്റ്റ്യൻ ടാഗും കോൺകോഡും ഓൾറെഡി നമ്മൾ ഈ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതുപോലെ എല്ലാം പ്രപ്പോസിഷനും ഒക്കെ ഞാൻ ക്ലാസ് ഇടുന്നുണ്ട്. റിപ്പോർട്ടർ സ്പീച്ച്, ഇഫ് ക്ലോസ്, റിലേറ്റീവ് പ്രൊനൗൺ എല്ലാം വരുന്നുണ്ട് കേട്ടോ. സിനോനിം, ഓപ്പോസിറ്റ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം വരുന്നുണ്ട്. നല്ല ക്ലാസ് ഇംഗ്ലീഷിൽ തരാം കേട്ടോ. അപ്പം ഇതും കൂടെ നോട്ട് എഴുതി പഠിക്കണേ. ഓക്കെ, അപ്പോ തൽക്കാലം ഞാൻ പോവാണേ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.